കമോൺ, നിനക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം. ഇവിടെ പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. കൊയിലാണ്ടിയില് പണ്ട് ഒരു പേര് കേട്ട തിയേറ്ററിന്റെ ഒരു സ്ഥലമാണിത്. ചിത്ര ടാക്കീസ്. ഇവിടെയായിരുന്നു നമ്മള് ചിത്ര ടാക്കീസ്. അതായത് നമ്മുടെ പറക്കുന്നലൊക്കെ, എന്റെ ഓർമ്മയോ, പറക്കുന്നലൊക്കെ റിലീസായ ഒരു തിയേറ്ററാണ്. 1000 രൂപ സിനിമയുടെ ടിക്കറ്റിന്റെ. അന്ന് നമ്മളെ ചെറുപ്പത്തിലൊക്കെ കൊയിലാണ്ടിയിൽ ഒരുപാട് തിയേറ്റർ ഉണ്ട്, നമുക്ക് പടം കാണാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു തിയേറ്റർ പോലും മര്യാദക്കില്ലല്ലോ. ഇത്രയും ഡെവലപ്പായിട്ട് എന്തുകൊണ്ട് നമുക്ക് കൊയിലാണ്ടി ഒരു തിയേറ്റർ ഇല്ല? എന്തായാലും തടസ്സം. തിയേറ്ററും കൂടെ ഒന്ന് നോക്കാം, പോയിട്ട് വരാം, എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. യെസ് യെസ്. അപ്പേ അമ്പാടി തിയേറ്ററിന്റെ ഈ ഒരു വഴിയൊക്കെ ആൾക്കാർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരിക്കും. അമ്പാടി തിയേറ്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ലാസ്റ്റ് കളിച്ച പടം ദൃശ്യം 3 ആണ് കേട്ടോ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ പടമൊന്നുമില്ല. നല്ല ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കൊയിലാണ്ടിയിൽ നല്ലൊരു തിയേറ്ററിന് സാധ്യതയില്ല. തീർച്ചയായും കൊയിലാണ്ടിക്കാരൊക്കെ ഇപ്പൊ എടാ പോകുന്ന ബേ, ഒന്നുകിൽ ബാലുശ്ശേരി, സന്ധ്യ, പേരാമ്പ്ര, കോഴിക്കോട്. പൈസ, അതായത് നമ്മൾക്ക് ആൾക്കാർക്ക് ഇവിടെ നമ്മളെ പൈസ അവിടെ കൊണ്ട്. അപ്പൊ അടുത്ത ചരിത്ര സ്മാരകത്തിലേക്കാണല്ലേ നമുക്ക് ദ്വാരക തിയേറ്റർ കൂടി പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ തിയേറ്റർ. നിലവിൽ നമ്മള് ചിത്ര പോയി, അമ്പാടി വന്നു, ഇനി ദ്വാരക. ഈ തിയേറ്ററിന് ഏതാ സിനിമ ഉണ്ട് ലാസ്റ്റ്? വാഴ. എത്ര സിനിമ ഉണ്ടെങ്കിൽ കൊയിലാണ്ടി ഇന്ന് വേറെ തിയേറ്ററിന് സിനിമ ഉണ്ടേ? ഓർമ്മ ഉണ്ടെങ്കിൽ ദ്വാരകയല്ലേ? ഏത് സിനിമയുണ്ട്? ഓർമ്മയില്ല. നല്ല തിയേറ്റർ ഉണ്ടോ കൊയിലാണ്ടി? ഇപ്പൊ നല്ലൊരു തിയേറ്റർ ഉണ്ടോ കൊയിലാണ്ടി? കൊയിലാണ്ടിയിലെ അടുത്ത ചരിത്ര സ്മാരകം അല്ലെ, പണ്ടത്തെ ടിക്കറ്റ് കൗണ്ടർ. എന്താ ശരിക്കും പറ്റേ? ഇതിന്റെ അകത്തൊരു ഭൂമിശാസ്ത്രമായിട്ടുള്ള ഒരു ഘടകം വലിയൊരു ഫാക്ടറാണ്. ഇപ്പുറത്തെ ഭാഗത്ത് കടല്, ഇവിടെ നാഷണൽ ഹൈവേ, ഇവിടെ റെയില്. ഇതിന്റെ ഇടയിൽ ഒരു തിയേറ്റർ ഉണ്ടാക്കാന്നുള്ള ഒരു ലാൻഡ് ഇല്ല. പക്ഷെ നല്ലോണം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഉൾനാട്ടിലേക്ക് നല്ല പാർക്കിങ്ങോട് കൂടി നല്ലൊരു സ്പേസിൽ ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ നല്ലത് കിട്ടുന്ന സ്ഥലത്ത് എന്തായാലും ആൾക്കാർ പോകില്ലേ? അപ്പോ അതിപ്പോ നല്ലൊരു തിയേറ്റർ കുറച്ച് മാറിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് തന്നെ തൊട്ട് മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ, അതെ, നമുക്കൊരു കളിയാക്കലുകൾ എപ്പോഴും നേരിടുന്ന ഒരു സ്ഥലം. മര്യാദയ്ക്ക് ഒരു തിയേറ്റർ ഇല്ലാത്തൊരു നാടല്ലേ എന്നുള്ളതാണ് പറയാ. അപ്പൊ നിലവില് 3ാമത്തെ തിയേറ്ററിന്റെ അവസ്ഥയാണ്. എന്താ ചെയ്യാ? എവിടെ പോവും? കൃഷ്ണയിലേക്ക് ഒന്ന് പോയോ? ബാലുശ്ശേരി പോലെ. ബാലുശ്ശേരി പോവാ. തിയേറ്ററിന്റെ അവസ്ഥ എന്താ കൊയിലാണ്ടിയിലെ? തിയേറ്റർ എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി തിയേറ്റർ ഇല്ലല്ലോ. ഇല്ല. പടം കാണാൻ ആഗ്രഹം ഉണ്ടോ? പടം കാണാൻ എത്ര ആഗ്രഹം ഉണ്ടാകാൻ നിൽക്കില്ലല്ലോ. എവിടെയാ പോക്കുന്നിട്ട്? ഇവിടെ ഇപ്പം ബാലുശ്ശേരി, പേരാമ്പ്ര, കോഴിക്കോട്. നമ്മളെ നാട്ടിലെ പൈസ അവിടെ കൊണ്ടേ കൊടുക്കാതെ കൊടുക്കുന്നത് എന്തുകൊണ്ട്? ഇവിടുത്തെ ഇത് കൊള്ളരായ്മ കൊണ്ട് തന്നെയാണ്. വേറെ ഏതൊരു സ്ഥലത്തുള്ള ഒരു യുവാക്കളും ചിലപ്പോ സിനിമാ പ്രേമികളൊക്കെ ഒരു തിയേറ്റർ ആഗ്രഹിക്കും. അപ്പോ അതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ള തിയേറ്റർ നമ്മുടെ ടൗണിൽ ഉണ്ടാന്ന് പറഞ്ഞത് ഒരു ടൗണിന്റെ ഒരു മുഖമാണ്. ബാലുശ്ശേരി അല്ലെങ്കിൽ വടകര അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയാണ് എനിക്ക് കൊയിലാണ്ടിക്കാർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ടീം വന്ന് ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് ഒന്നും കൂടി ഉണ്ട് കൊയിലാണ്ടി, കൃഷ്ണ തിയേറ്റർ. പോയി നോക്കാം. കൊയിലാണ്ടി ഒരു തിയേറ്റർ വേണ്ടേ? എന്താ ചെയ്യപ്പോ? കൊയിലാണ്ടിപ്പോ കൃഷ്ണ പഴയ പൊളിച്ച സ്ഥലത്ത് വരുന്നുണ്ടോ പറയുന്നത്? വരുന്നുണ്ടാ? പറയുന്നത് കേൾക്കുന്നുണ്ട്. നല്ല അവിടെ മാളല്ലേ വരുന്നത്? നിലവിൽ ഇപ്പൊ നമ്മൾ പടം കാണാൻ എവിടെ പോവാ? ആവശ്യമില്ലല്ലോ. നിലവില് നേരില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ ആൾക്കാർ സിനിമ തിയേറ്റർ ഇല്ലാന്ന് ചോദിക്കുന്നു ആൾക്കാർ. അപ്പൊ നമ്മൾ ആകെ അമ്പാടിയിലാണുണ്ടോ? അയാളും ബാലുശ്ശേരിയിലാക്കും പോകുന്നു. അപ്പേ അടുത്ത തിയേറ്റർ സംഭവം ഉണ്ടായിരുന്നു, അപ്പൊ കാണുന്നില്ല. കൃഷ്ണ തിയേറ്റർ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. എന്തെങ്കിലും കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരിക്കും. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാള് പോയ 4 തിയേറ്ററും 4 തിയേറ്ററിൽ 2 പൂട്ടിയിട്ട് 2 ഇപ്പം കെട്ടിടമേ ഇല്ല. ശരിക്കും എന്താണ് നമ്മുടെ തിയേറ്ററിനൊക്കെ സംഭവിച്ചത്? എന്താണ് അത്? കൊയിലാണ്ടിയിൽ എന്തായിരിക്കും തിയേറ്ററുകൾക്ക് സംഭവിച്ചത്? ഐഡിയ ഇൻവെസ്റ്റേഴ്സോ അല്ലെ പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ? കലാസ്വാദന രംഗത്ത് കൊയിലാണ്ടിക്കാർ പിന്നോട്ടൊന്നുമല്ല. അതെ, കാരണം ഇവിടുന്ന് ബാലുശ്ശേരിയും പേരാമ്പ്രൊക്കെ പോയ പടം കാണുന്നു. തീർച്ചയായിട്ടും.
പിന്നെ എന്തുകൊണ്ട് കൊയിലാണ്ടിക്ക് ഒരു തിയേറ്റർ വരുന്നില്ല? അതെ. അപ്പൊ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ അഭിപ്രായങ്ങള് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് നമുക്കൊരു തിയേറ്റർ വരുന്നവരെ അല്ലെ, അതെ, നല്ല ഇത് സിനിമ നല്ല ഇൻവെസ്റ്റ്മെന്റിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൊയിലാണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിയേറ്റർ വേണം, നിർബന്ധമാണ്. കുറെ ആൾക്കാർ ആവശ്യമാണ്. അതെ, അല്ലേ? തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ ആഗ്രഹം. വേറെ ഒന്നും പറയാനില്ല, അത്ര തന്നെ.